ചോദ്യപേപ്പർ ചോർന്നതിൽ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവം അന്വേഷിക്കാൻ 6 അംഗ സമിതിയെ നിയോഗിച്ചു. പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇതിനു പുറമെ പോലീസ് അന്വേഷണം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചോദ്യപേപ്പർ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. സമിതി അംഗങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഈ അന്വേഷിക്കുന്ന ടീം പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടി അന്വേഷണം നടത്തുന്നതാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ചോദ്യപേപ്പർ ചോർച്ച ഗൗരവമായി തന്നെ കാണുന്നു എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. സംഭവം അന്വേഷിക്കാൻ 6 അംഗ സമിതിയെ നിയോഗിച്ചു. ഇതിനു പുറമെ പോലീസിന്റെ ഒരു അന്വേഷണവും ഉണ്ടാകും. പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളിൽ അടക്കം അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നുവെന്ന് അതിനുശേഷമാണ് DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയതിന് ഉപരി അന്വേഷണം പോലീസിന് വിടുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതായത് ഉന്നതതല യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായത് വകുപ്പ് തല നടപടികളിലേക്ക്, അതായത് വകുപ്പിനുള്ളിൽ തന്നെ അന്വേഷണം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് 6 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് ഈ സമിതി സമർപ്പിക്കും. സമിതി അംഗങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തുന്ന സമയം തന്നെ പോലീസ് പുറത്തുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. വീഴ്ചകൾ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിലും ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ടേം പരീക്ഷ ചോദ്യപേപ്പർ നേരത്തെ സ്കൂളിൽ തയ്യാറാക്കി വന്നിരുന്നു. ഇപ്പോഴാണ് അത് പുറത്തുനിന്ന് തയ്യാറാക്കി സ്കൂളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു ഗൗരവമായി ആശങ്കപ്പെടേണ്ട ഒരു വിഷയമല്ല. എന്നാൽ സർക്കാർ ഇത്തരത്തിലുള്ള വീഴ്ച കണ്ടെത്തി അതിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ SSLC പരീക്ഷ ചോദ്യപേപ്പർ ലീക്കായതും അതോടൊപ്പം തന്നെ +1 കണക്ക് പരീക്ഷ പേപ്പർ പുറത്തു പോയതും ഒക്കെ കൃത്യമായി അന്വേഷിക്കും. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ആ ഒരു വിദ്യാഭ്യാസ സെന്റർ, അതായത് പ്രത്യേകിച്ചും ആ ഒരു MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. ഏതായാലും അവർ ചെയ്തത് വളരെ മോശമായ നടപടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ് ബാധിക്കുന്നത്, കുട്ടികളുടെ വിശ്വാസ്യതയെ തകർക്കുന്നു, അങ്ങനെയൊക്കെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും രേഖാമൂലം പരാതി ഇപ്പോഴാണ് ഒരു അല്പം മുമ്പാണ് നൽകിയത്. അതിനനുസരിച്ച് പോലീസ് FIR ഇട്ട് നടപടിയെടുക്കും. ഏതായാലും അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാവും. ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കും. ഈ ട്യൂഷൻ സെന്ററുകളിൽ സ്കൂളുകളിലെ അധികൃതർക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. സ്കൂളുകളിൽ നിന്നുള്ള സാറുമാർ, അതായത് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ, സാർമാരായാലും ടീച്ചർമാരായാലും ഇവരൊക്കെ ആരെങ്കിലും ട്യൂഷൻ സെന്ററുകളിൽ പോയി പഠിപ്പിക്കുന്നുണ്ടോ എന്നടക്കം അന്വേഷിക്കും. അതോടൊപ്പം സ്കൂൾ സമയത്ത് മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിപ്പിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരും. ഏതായാലും ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി എടുക്കും, ശക്തമായ നടപടിയിലേക്ക് കടക്കും. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിച്ചെന്നും കർശന നടപടികൾ എടുത്തേക്കാൻ മുഖ്യമന്ത്രിയുടെ അനുവാദമുണ്ടെന്നും മുഖ്യമന്ത്രി ആ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി വിഷ്ണു.